ഇവിടെ വണ്ടി നിർത്തിയേക്കുന്നേന്ന് മണ്ടന്മാരെ ഇതിന്റെ അകത്തോട്ട് കയറി പോടാ. ഇതാരെ പുറത്തുനിന്ന് ചാടി കളിക്കുന്ന അകത്ത് പോടാ, അകത്ത് പോടാ. ഇതാരത്? മാക്കിനെ കൺട്രോൾ ചെയ്യാം. മാക്കിനെ സെന്റർ എടുത്താൻ സിറ്റിസൺ സിറ്റുവേഷൻ പറയണ കേട്ടാ. അതെ സിറ്റിസൺ ആണോ? ഹലോ ബ്രോ, ജൂൺ ബ്രോ ആണോ? ലീഡറാണോ? അതെ ജൂൺ ആണ്. എന്റെ പേര് മാക്, ഞാനാണ് മാക്. നിങ്ങളെ ഗ്യാങ്ങാണ് ബ്രോ പറയൂ. സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ടായമാര് വന്നു. സിറ്റുവേഷൻ ഉണ്ടായേ വാ 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 എല്ലാരും വാ. എന്നോട് സ്പൈഡറും കൂടെ ഉണ്ടായിരുന്നു, അവനെ വിളിച്ചോട്ടെ. സ്പൈഡറിന് അറിയാം എന്തെങ്കിലും കാര്യം? സ്പൈഡർ ഫ്രണ്ടിലോട്ട് വന്നേടാ, കാരണം നീ ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. നമ്മളാരും അടിക്കാതെ സംസാരിക്കാൻ വിളിച്ച് ഞങ്ങൾ സംസാരിക്കണം. ഗ്യാങ്ങിന് എങ്ങനെ ഞങ്ങൾ അടിക്കുന്നത്? സിറ്റിസൺ എങ്ങനെയാ ബ്രോ ഗ്യാങ്ങിന് അടിക്കുന്നത്? ഇല്ല ഞാൻ ചോദിക്കട്ടെ, എന്തിനാടാ അടിച്ച സംഭവം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയണേ. ക്ലിയർ ആയിട്ട് പറഞ്ഞു. ബ്രോ നമ്മളവിടെ ഒരാളെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, അപ്പം ഒരു പുള്ളിക്കാരൻ വന്ന് വണ്ടി ചിടിച്ച് നമ്മള് വീണ് എണീറ്റ് അവിടെ ചിടിച്ചു. പുള്ളിക്കാരൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയില്ല, വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത്. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ നേരെ വണ്ടി നിർത്തിയിട്ട് എന്താ ബ്രോ കണ്ണ് കണ്ടൂടെ ചോദിച്ചപ്പോ അത് കറക്റ്റ് അല്ലേടാ പറയുന്നത്? ഞാൻ കണ്ണുണ്ടൂടെ ചോദിച്ചപ്പോ എന്താ ബ്രോ കണ്ണുണ്ടൂടെ ചോദിക്കേണ്ട ആവശ്യം എന്താ, ഇടിച്ചെങ്കിൽ ഞാൻ വന്ന് സോറി പറയത്തില്ലെന്ന് പറഞ്ഞു ഇവൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, ഇടിച്ചെങ്കിൽ സോറി പറയാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് കണ്ണ് കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഓരോ ആൾക്കാരല്ലടാ, ഓരോ ആൾക്കാരും അവരുടെ രീതിയിലുള്ള ടോണിലല്ലേ സംസാരിക്കാനേ. പിന്നെ വണ്ടി വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടോ ഒന്ന് പറഞ്ഞു. അല്ല ലീഡർ സംസാരിക്കും, ബാക്കിയുള്ളവർ സംസാരിക്കുന്ന അത്ര മാനസ്. ഒരു വണ്ടി ഇടിച്ച് അത് ചിലപ്പോ ചിലപ്പോ ഇടിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ചിലപ്പോ ഇടിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോ അവൻ വന്നിട്ട് അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സോറി പറയും. പക്ഷെ നീ നീ സംസാരിച്ച ടോണ് ഇതല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണോ? ഒരാള് കേട്ടില്ല. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാന്നുണ്ടോ? ഇല്ല. പിന്നെ സിറ്റിസൺ എന്തിനാണ് ഈ കൊണക്കാണ്? സിറ്റിസണോ ഗ്യാങ്ങോ ആരെങ്കിലും നമ്മള് ഗ്യാങ് ഡ്രസ്സിലല്ലാത്ത ഒരാളടുത്ത് എങ്ങനെ അറിയാൻ പറ്റും ബ്രോ? ഞാൻ പറഞ്ഞു അതാ ബ്രോ കൊണക്കേണ്ട ആവശ്യം എന്താ? മര്യാദക്കുള്ള രീതിക്ക് ചോദിക്കണം. നിങ്ങളുടെ ലീഡർ സംസാരിക്കല്ലോ. എടാ കോ-ലീഡർ ഉണ്ട്, സംസാരിച്ചോണ്ടിരിക്കുക, സംസാരിക്കേ. എടാ ലീഡർ മാത്രല്ല പറയുന്ന ലീഡറാണോ? എടാ നീ പറഞ്ഞു, നീ പറയുമല്ലേ, നീ പറ. അല്ല ഞാൻ പറഞ്ഞേ, നീ നിനക്ക് ഇതേപോലെ അങ്ങ് ചോദിച്ചായിരുന്നു, മനസ്സിലായോ? അല്ല എനിക്ക് ആര് സംസാരിക്കുന്ന? ഒരു മിനിറ്റ്,
ഒരു കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ കേട്ടോളാം. ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ പിന്നെ ഇവ എന്നിട്ട് പറയുക, നമ്മള് റേഡിയോ കോളിൽ കറക്റ്റ് ആയിട്ട് പറയാണ്, നീ ഇത് കേട്ടോളാം. ഇവന്മാരുമായിട്ട് സോൾവ് ആക്കാനാണെങ്കിൽ ഞാനില്ലെന്ന്. ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. എടാ നിക്ക്, ഇതാണ് കൊല്ലേണ്ട ആവശ്യമൊക്കെ എന്താടാ? കണ്ടവനെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് കൊല്ലുന്നത്. ഒരു മിനിറ്റ് ഇതിലാ ഡ്രിഗറെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഡ്രിഗറെ കേൾക്കുന്നുണ്ടോ? ലൈക്ക് സിറ്റുവേഷൻ അവിടെ നമ്മുടെ രണ്ടുപേര് ഡൗൺ ആയി കിടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായ സമയത്ത് ഇവഞ്ച്വലി വരുന്ന ടോണിന്റെ ആ ഒരു ഗ്രാജുവൽ ടോണിൽ സംസാരിച്ചതിന് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല ഡ്രിഗറെ. മനസ്സിലായോ? ഞാൻ പറയുന്നത് കാമായിട്ടൊന്ന് കേൾക്കും. ഞാൻ പറഞ്ഞോട്ടെ, രാജുവേ പറഞ്ഞു. നിങ്ങളെ ടോണിനനുസരിച്ചിട്ടല്ലോ ഞങ്ങൾ ബ്രോ അതിന് നിങ്ങളെ ഗ്യാങ് ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞോളൂ. ഗ്യാങ് ആണേലും സിറ്റിസൺ ആയാലും ആരാണേലും. ബ്രോ ഒരു കാര്യം പറയട്ടെ. ഹലോ ബ്രോ, ഞാൻ നിങ്ങളൊരാളെ അടിച്ചു, ഒരാളെ അടിച്ചു. ആ ആളുടെ അടുത്ത് ഞാൻ 100 തവണ ചോദിച്ചു, ബ്രോ നിങ്ങൾ ആരാ, എന്തിനാ അടിച്ച്, ആളുമാരെ അടിച്ച്. എന്നിട്ട് പുള്ളിക്കാരെ മിണ്ടുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, ബ്രോ ഫാൽക്കൺ ആദ്യം ഡൗൺ ആയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ പോലും അവിടെ വരുന്നത്. ബ്രോ 100 തവണ ഞാൻ ചോദിച്ചു, ബ്രോ ആളുമാരെ അടിച്ചതായിരിക്കും, ബ്രോ ആരാ, പേരെന്താ, ഏതെങ്കിലും ഗ്യാങ് കൊണ്ട് ഒന്നും മിണ്ടില്ല. പിന്നെ അവസാനം നമ്മൾ 4 പേര് ഇരുന്ന് ഗ്യാങ് 4 പേര് അങ്ങനെ ചോദിച്ചു. ആരാണെന്ന് അറിഞ്ഞിട്ടാ നമ്മള് ആളുമാരെ അടിച്ചതാണ്. നമ്മൾ ഒരു വണ്ടി ഇടിച്ച്, നിന്നെ ഒരു വണ്ടി ഇടിച്ച്, നിനക്ക് സോറി പറയാൻ ടൈം കൊടുക്കണ്ടേ? ടൈം കൊടുക്കണം ബ്രോ. എന്തിനാ അടിച്ച? അല്ലാതെ നിനക്ക് കണ്ണില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണെടുത്ത് ഡയറക്റ്റ് ഒന്നും ഞാൻ കണ്ണെടുത്ത് അടിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷം അവൻ ഡ്രസ് ഷോപ്പിന് അകത്ത് കയറുന്നവരെ സംസാരിച്ചായിരുന്നു. അതിനുശേഷം ഡ്രസ്സിന് അകത്ത് കയറിയിട്ട് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി. ഞാൻ സംസാരിച്ചത് നിങ്ങളെ ഷാഗിന് അറിഞ്ഞോട്, ഷാഗിയോട് ചോദിച്ചു. അല്ല നീ നിനക്കറിഞ്ഞൂടെ? എടാ നീ ഡ്രിഗറെ നമ്മള് സംസാരിക്കാൻ വന്നല്ലേ ഡ്രിഗറെ? അല്ല ഡ്രിഗർ അല്ല ബ്രോ. ജൂൺ ബ്രോ എവിടെ? ജൂൺ ബ്രോ ഈ ടോണിലല്ല എന്നോട് സംസാരിച്ചത്. ഡ്രിഗറെ ഒരു മിനിറ്റ് ഡ്രിഗറെ എനിക്കൊരു കാര്യം പറയണം. നിങ്ങളുടെ ലീഡർ എന്നെ വിളിച്ചിട്ട് ഈ ടോണിലല്ല സംസാരിക്കാൻ വിളിച്ചത്. ആണല്ലോ, എന്നെ വിളിച്ചത് സംസാരിക്കാനാണ്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇല്ലല്ല, അത് ബുദ്ധിമുട്ടാണ് അളിയാ. കാരണം വെച്ചാലേ നമ്മുടെ കൂട്ടത്തെല്ലാം 4 എണ്ണത്തിന് അവിടെ അടിച്ചു വന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേര് ഡൗൺ ആയിരുന്നു അവിടെ. നിങ്ങളെ സൈഡിൽ ഡൗൺ വന്നിട്ടില്ല എന്ന് നമ്മ പറയുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് സംസാരിച്ചുണ്ടായ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസ്പെക്ടിനാണല്ലോ നിങ്ങളുടെ ലീഡർ വിളിച്ചപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഷാഗിനെ അടിച്ചവൻ എന്നെ അടിച്ചു. അതിനുശേഷം രാജുഭായി നമ്മൾ 4 പേര് ചെന്നിട്ട് അവിടെ ഗൺ പോയിന്റ് കാര്യം കേൾക്കാൻ നിന്ന് രാജുഭായി ബ്രോ എനിക്ക് പറയണമായിരുന്നു ബ്രോ, അത് പറഞ്ഞൂടെ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. സിമ്പിൾ ഒരു മിനിറ്റ് ഡ്രിഗറെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡ്രിഗറെ ജൂൺ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹലോ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ ഡ്രിഗർ ഈ സിറ്റുവേഷൻ ഞാനും നീയും തമ്മിലാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നീ എന്താ പറയാൻ പോണത്? ഞാൻ ഡ്രിഗർ ആണെന്നില്ല, ഞാൻ മാക്ക് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നുള്ളതല്ലേ ഇവിടെ ആദ്യത്തെ കാര്യം. അവിടെ ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് പറയേണ്ട കാര്യം ഇതാണ്. മനസ്സിലായില്ലേ? നമുക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞില്ലെന്ന്, എന്നെ അടിച്ചിട്ട് കഴിഞ്ഞാണ് ആ സംഭവം ഉണ്ടാകണത്. അവനോട് ചോദിക്കണം അല്ലേ? ഇത് ഷാഗിയല്ല സംസാരിക്കുന്നത്. പറയണല്ലോ. അപ്പൊ എങ്ങനെ പറയാൻ? എന്നെ അടിച്ചത് ഞാൻ എന്തിനു പറയാൻ? ഇവരൊന്ന് കൊണക്കിയല്ലേ ചോദിച്ചോ? നീ ഗ്യാങ്ങാണോ ചോദിച്ചോ? ഞാൻ നിന്നോട് ആരോ ഒന്ന് എന്റെ ആവശ്യമല്ല. എനിക്ക് നീ ആരോന്ന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞുള്ള ജൂണല്ലേ? റേഡിയോ സൈഡിലേക്ക് എന്തേലും നിങ്ങൾ ഒന്നാമത്തെ കേസ് മോണിറ്ററിംഗ് പീരീഡിലാണ്. മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം അവോയ്ഡ് ആക്കി നടക്കാന്നുള്ളത്. ഇതുപോലെ എന്തെങ്കിലും വണ്ടി ഇടിച്ച് അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്യാങ്ങൊക്കെ ഞങ്ങൾക്ക് തീർക്കാം.
അതും പറഞ്ഞു എന്തേലും പറഞ്ഞ് മറ്റേത് ചെയ്ത് അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ നടക്കൂല ഇത് ഇവിടെ. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ വന്നില്ല എന്തായാലും. പക്ഷെ ഇവരാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വേണ്ട, അവർ ഗ്യാങ് ആവട്ടെ, അവരുടെ അടുത്ത് ഒന്നും പറയണ്ട, സംസാരിക്കണം എന്നുള്ളത് വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് നമ്മളാ. എന്നിട്ട് നിങ്ങള് ഇതുപോലെ നമ്മളൊന്നും സംസാരിച്ചില്ല ജൂൺ ബ്രോ. എനിക്ക് നല്ലോണം അറിയുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. കഴിഞ്ഞതിന് ശേഷം അവിടെ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എനിക്ക് അറിയായിരുന്നു. അറിയാം. അതുകൊണ്ടാണ് ഷുക്കൂർ വന്നപ്പോ ഞാൻ എങ്ങനെ സംസാരിച്ചെന്ന് ചോദിക്കും. ജൂൺ ബ്രോ ഒന്ന് വിളിച്ചേ, ഷുക്കൂറിനെ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ എങ്ങനെ ഇതിന് ശേഷം ഷുക്കൂറിനോട് ഞങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്താൽ ചോദിക്കും. ചോദിച്ചു ഷുക്കൂറാണ് അറിഞ്ഞൂടല്ലോ. ഒരു സെക്കൻഡ് ഷാഗി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഷുക്കൂർ എന്ന് പറയുന്ന ആൾ അവിടെ വന്നു. ഷുക്കൂറിനെ എനിക്കും അറിയാം. കക്കായി പറഞ്ഞിട്ട് എനിക്ക് ഷുക്കൂർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഈ സിറ്റുവേഷൻ. ആരടിക്കുന്നത്? ബുള്ളറ്റ് പോകും. ഗണ്ണ് പോണില്ലടാ, ഗണ്ണിന്ന് ബുള്ളറ്റ് പോണില്ല. പിങ് വീഴണില്ല കേട്ടോ. ഒരുമിച്ച് ഒരുമിച്ച് അവര് പിങ് പിങ് കണ്ടോ? ഒരുമിച്ച് ഞാൻ അടിച്ചു കണ്ടോടാ, എനിക്ക് കറക്റ്റ് അടി. ബുള്ളറ്റ് പോയിടാ, എന്റെ മൗസ് കേടാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ വെറുതെ അവന്റെ തലേക്ക് എണ്ണയും ചെയ്ത് വെച്ചേക്കുക. തൊപ്പിയാ എന്തിന്? നമ്മൾ സംസാരിക്കാൻ പോയാ നമുക്ക് ഈ ഗ്യാങ് കൂടെ വരണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. മനസ്സിലായോ? നമ്മൾ ചെയ്യട്ടാ, ഇതിവിടെ വരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. ബാക്കി എന്താന്ന് വെച്ചാൽ അപ്പൊ പിള്ളേർ ഇപ്പോഴും അടിക്കുന്നുണ്ട്. റെയ്ഡോ തൊപ്പിടോ ഈ സമയത്തോ? എടാ നീ എല്ലാം കാണുന്നുണ്ടോ? നമ്മളൊന്ന് ഗ്യാങ് ആവാതിരിക്കാൻ വേണ്ടിട്ട് എത്ര പേരെ പരിശ്രമിക്കുന്നെന്ന് കാണുന്നുണ്ടോ നീ? നമ്മള് മാക്സിമം അടിച്ചവന്മാർക്ക് നീ കാണുന്നുണ്ടോ ഇതൊക്കെ പിള്ളേര്? തൊപ്പി വാച്ചും കാണും കുഴപ്പമില്ല. എടാ എന്താ ഇപ്പൊ ഞാൻ വന്നപ്പോഴേ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെ അവന്മാരെ കൊണ്ടുവന്നത്. പിന്നെ എന്ത് വഴി കിടക്കുന്നത്? കുഴപ്പമില്ല, നല്ല ഊക്കുന്നുണ്ടോ? കഴിവേറി കാര്യം മനസ്സിലാക്കുന്നു. നീ ഫുൾ സിറ്റുവേഷൻ കാണും. ഇതിനകത്ത് വരണ്ടേ ഗ്യാങ് ആയിട്ട്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. വന്നതിന് ശേഷം കളി ഇതല്ലല്ലോ കളി. ഞാൻ അടിച്ച് എന്റെ HP 2 കഴിഞ്ഞിട്ടാ തോക്കുവലെടുക്കുന്നത്. വന്നവരെല്ലാരും സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, എല്ലാരും സബ് അടിച്ചിട്ട് പോണേ. വരുന്നവരൊക്കെ ഡു സബ്സ്ക്രൈബ് മൈ ഡിയർ ബോയ്സ് ആൻഡ് ഗേൾസ്. എല്ലാരും സബ് ചെയ്യാ. ഇതൊന്നും കണ്ട് പേടിക്കല്ലേ, ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും ആവല്ലേ, ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ആവല്ലേ. അവന്മാര് വെറുതെ ഗ്യാങ് പ്രിവിലേജ് ഹയറാർക്കി വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത്. നമ്മളായിട്ടില്ല, പ്ലീസ്.
പ്ലീസ് 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 ഗൈസ്. ഞാൻ അവന്റെ ലീഡറിനോട് എന്റെ ജീവിതത്തിൽ ഇത്ര മാന്യമായിട്ട് ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടില്ല. അത്രയ്ക്ക് മാന്യതയിലാണ് ഞാൻ അവനോട് സംസാരിച്ചത്, മനസ്സിലായ? അതെനിക്ക് ഈ ഗ്യാങ് ഇവിടെ വരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവനെ ആദ്യമേ വന്നപ്പോ അവൻ 3 പേര് വന്നിപ്പോ നമ്മൾ 8 പേര് 16 പേര് ഇവിടെ നിൽക്കുക. അടിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല, മനസ്സിലായോ? നിങ്ങൾ ബുദ്ധിയുള്ളവരത് ചിന്തിക്കുക, അത് ആ രീതിക്ക് ഡീകോഡ് ചെയ്തെടുക്കുക, മനസ്സിലായോ? എടാ അത് ബുദ്ധിയുള്ളവർ, നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. എടാ ഇതിലൊന്നും നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കും. എടാ ഇതൊക്കെ സംഭവിക്കും. എടാ ഒന്നുമില്ലെങ്കിൽ അവന്മാര്, ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയില്ല അവന്മാര്. എന്ത് ചെയ്യാൻ ഇതിൽ കൂടുതൽ ചെയ്യാനില്ല. BNB മക്കളെ, എല്ലാരും ലൈക്ക് അടിക്കുക, സബ് അടിക്കാത്തവരൊക്കെ സബ് അടിക്കുക. ലെറ്റ്സ് ഗോ 3. നമ്മൾ ഓൺ റോഡ് ടു 13K ആണ്. ഇവരെന്താ ചെയ്യാൻ പോകുന്ന നോക്കട്ടെ. റോഡ് ടു 13K ആണ് ഗൈസ്, റോഡ് ടു 13K. റോഡ് ടു 13K ആണ് ഗൈസ്, റോഡ് ടു 13K. എല്ലാരും സബ് അടിക്കുക, പട്ട സബ് അടിക്കുക. ലെറ്റ്സ് ഗോ. ഈ 3K ആൾക്കാർ സബ് അടിച്ചാൽ നമ്മൾ 15K ആവും. 3K ആൾക്കാർ പെട്ടെന്ന് സബ് അടിച്ചാൽ നമ്മൾ 15K ആവും. ഗ്യാങ് ഫോമായി ഫസ്റ്റ് അവർ അടിച്ചിറക്കുക. എടാ ഇത് എന്റെ പേഴ്സണൽ ആണ്. ഇത് എന്റെ ഫാൽക്കൺ അടിച്ചത് ഞാൻ സാൻഡിന്ന് വന്ന, മനസ്സിലായ? ഇത് കൊടുക്കും. കൈവക്കിയതാരാ? കൈവക്കിയ ഞാൻ എടുത്താ അവിടെ അവരെത്ര ഡൗൺ ആണ്? 1 2 3 4 5 6 ഡൗൺ അവര്. വലിയ ഗ്യാങ് 6 ഡൗൺ ആയല്ല. പെട്ടെന്ന് എല്ലാരും സബ് അടിക്കുക. റോഡ് ടേബിൾ 13K ആണ്. 13K ആയി ഗൈസ്. ലെറ്റ്സ് ഗോ. എല്ലാരും 4K വാച്ചിങ് കാണുന്നവരൊക്കെ സബ് അടിക്കുക. ലെറ്റ്സ് ഗോ. കാണുന്ന എല്ലാരും സബ് അടിച്ചാൽ ഇത് തന്നെ നമ്മള് ലെറ്റ്സ് ഗോ. ലെറ്റ്സ് മേക്ക് ഇറ്റ് 15K ഗൈസ്. കാണുന്നവരൊക്കെ സബ് അടിച്ചാൽ 15K ആവും, അതെനിക്കറിയാം. കാണുന്നവരെല്ലാരും സബ് അടിച്ചാൽ 15K ആവും. നോക്കട്ടെ ഏതവനാണ് ഷാഗിനെ പൊക്കിട്ടെങ്കിൽ ചോദിച്ചു. ഒന്നുകൂടെ ആൾ കിടക്കുന്നുണ്ട്. 1 2 3 4 5 6 ഡൗൺ. കുഴപ്പമില്ല, ഹാപ്പിയാടാ. അടിക്കല്ലെന്ന് പറഞ്ഞിട്ട് അവന്മാർ അടിച്ച് 6 അടിച്ച് തറയിലിട്ടില്ലടാ. ബോട്ട് വ്യൂസ് ഒന്നും അല്ലടാ. എന്തൊക്കെയായിരുന്നു ബോട്ട് വ്യൂസ് ആണോ? ബോട്ട് വ്യൂസ് ആണോ? സിറ്റിസൺ ഗാങ്ങാടാ. ഷിബു വലിയ താളമ്പടല്ലേ? ഷിബു അതുപോലെ ഇവിടെ കിടക്കും, ഇങ്ങനെ മനസ്സിലായ? ഇവിടെ കിടക്കും.
ഇതാണ് അവസ്ഥ. ഗ്യാങ് ഗ്യാങ്ങിനെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സത്യം കവറായിരുന്നു. കേബിൾ ശരിയാക്കാൻ വയ്യ. ഫാൽക്കൺ തീരാ ഫാൽക്കൺ ഫാൽക്കൺ എന്ന് പറഞ്ഞ കണ്ടിയാണ് തീട്ടം ലോണ്ട്ര ഷാഗി ലോണ്ട്ര എവിടെ ഫ്രണ്ടില് മാറ്റിയിട്ടേക്കുന്ന അവനെ നിങ്ങളൊക്കെ ഗാങ്സ്റ്റേഴ്സ് ആണോ ബ്രോ? നമ്മളെന്ന് പറഞ്ഞാ വടക്കൻ വീട്ടിലാ, മനസ്സിലായ? വടക്കൻ വീട്ടിലാ, മനസ്സിലായ? നീക്ക് ഒരുത്തനെ തൊട്ട് വെക്കും, കേറി മേഴയും, മനസ്സിലായ? പൊസിഷൻ എടുത്ത് ഇരുന്ന് പിതിക്കാ പോലും, മനസ്സിലായ? ടർഫ് കളിക്കണ നീ ആരും ബ്രോ? നീയൊക്കെ ഗ്യാങ് ആയിട്ട് വാ. അപ്പം അവനെ പൊക്കിയിടണം, അവനെ വണ്ടി മുട്ടിയാലേ സോറി പറയാൻ പറ്റില്ല. കത്തിക്കണോ വിട്ടേക്കടാ, വേണ്ട കത്തിക്കണ്ടടാ. 2-3 മാറ്റി എടുത്ത് എത്തിച്ചാ പോരെ. അല്ല വെയിറ്റ്, ഇവരെ കത്തിക്കല്ലേ ട്രിഗറേ. ബൈ 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 ബൈ. നിങ്ങക്ക് സിറ്റിസൺ അല്ലേ? കളിച്ചാ മതി ചേട്ടാ, വേറൊന്നും വേണ്ട. സിറ്റിസൺ മക്കളെ പോയിട്ട് വരൂ. ഓ ഓ ഓ ഓ ഓ ഒരു മീശ വെച്ചൊരു കണ്ടി ഉണ്ടായിരുന്നടാ കൂട്ടത്തി. മീശ വെച്ചൊരു ഹലോ നിക്കട ഒരു സെക്കൻഡ് ഇവന്റെ കൊണയെന്നേ ഇവ അതിന് വാതുറക്കല്ലേ പടക്കെ. വെയിറ്റ് മീശ തീട്ട പറ്റി അയ്യോ MRC എടുത്തിട്ടോ. വൃത്തി മാറി അത് പൃഥ്വിയാ എടൊന്ന് കത്തിച്ചിട്ടടാൻ വരെ അടിച്ചുവിട് കത്തിച്ച്. അച്ഛനെ വിളിയടാ ഒന്ന്.